തൃശൂർ മടവാക്കരയിൽ മകൻ അച്ഛനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. മടവാക്കര സ്വദേശി കൃഷ്ണനാണ് മരിച്ചത്. മകൻ രാധാകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭൂമി നൽകിയിട്ടും മകൻ അച്ഛന് ജീവനാംശം നൽകാത്തതിനെ തുടർന്ന് കേസ് കൊടുത്തിരുന്നു. ഇതിന്റെ ഒരു വൈരാഗ്യത്തിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. ഷബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷബാസ്, സ്വന്തം മകൻ സ്വന്തം അച്ഛനെ തല്ലിക്കൊല്ലുകയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്ന് ആവർത്തിച്ച് ചോദിച്ചു പോകുന്ന അവസ്ഥയാണ്. ശരിക്കും ഇവർ തമ്മിൽ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ മാത്രം ഇന്നത്തെ ദിവസം നടന്ന ആ ഒരു പ്രകോപനം എന്തായിരുന്നു? ഷിയാസ്, ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് മടവാക്കരയിലെ ഈ ഒരു കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്. ഈ കൊല്ലപ്പെട്ട കൃഷ്ണന്റെ മൂത്ത മകനായ മുരളീധരന്റെ വീട്ടിൽ തനിച്ചാണ് കൃഷ്ണൻ താമസിച്ചിരുന്നത്. മുരളീധരൻ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛനെ വിളിച്ച് കിട്ടാതായതിനെ തുടർന്നാണ് മുരളീധരൻ ഈ വീട്ടിലേക്ക് എത്തി ആ ഒരു പരിശോധന നടത്തുന്നത്. അപ്പോഴാണ് ഒരു ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് ഈ വീട്ടിനകത്തേക്ക് മകൻ മുരളീധരൻ കയറിയത്. അപ്പോൾ അച്ഛൻ കൃഷ്ണൻ 89 വയസ്സുകാരനകത്ത് മരിച്ചു കിടക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഏകദേശം 3 ദിവസത്തോളം പഴക്കം ആ മൃതദേഹത്തിന് ഉണ്ടായിരുന്നു. ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് തലയ്ക്ക് പിന്നിലെ അടിയാണ് മരണകാരണമെന്ന് കണ്ടെത്തുന്നത്. പിന്നീട് പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്നൊരു കാര്യത്തിൽ ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകി ആരാണെന്ന കാര്യം പോലീസ് കണ്ടെത്തുന്നത്. ഈ കൃഷ്ണന്റെ രണ്ടാമത്തെ മകനായ രാധാകൃഷ്ണൻ തന്നെയാണ് സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തിന്റെ വീതം വെപ്പടക്കം കഴിഞ്ഞ മക്കൾക്ക് ഈ അച്ഛൻ കൃഷ്ണൻ സ്ഥലം നൽകിയിരുന്നു. പിന്നീട് ഈ മകൻ രാധാകൃഷ്ണൻ അച്ഛന് ജീവനാംശം നൽകിയില്ല. ഇതിനെ തുടർന്നാണ് അച്ഛൻ മകനെതിരെ കേസ് കൊടുക്കുന്നത്. കോടതി ഇടപെട്ടുകൊണ്ട് ഈ സ്ഥലം ഈ മകൻ രാധാകൃഷ്ണനിൽ നിന്ന് തിരിച്ചു പിടിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ചായിരുന്നു മകൻ രാധാകൃഷ്ണൻ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയത്. ഈ സംഭവം കൊലപാതകം നടക്കുന്ന ദിവസം പത്രവിതരണത്തിന് എന്ന് പറഞ്ഞാണ് സ്വന്തം വീട്ടിൽ നിന്ന് രാധാകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് ഈ മൂത്ത മകൻ മുരളീധരന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് മുകൾ നിലയിലെ വാതിൽ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയാണ് സ്വന്തം അച്ഛനെ ഇയാൾ കൊലപ്പെടുത്തിയത്. ഈ പ്രതി രാധാകൃഷ്ണനെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പടക്കം പോലീസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ കൊലപാതകത്തിന് ഉപയോഗിച്ച രക്തം പുരണ്ട ചുറ്റികയടക്കം പോലീസ് ഈ രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ശരി, ഷബാസ് അഹമ്മദ്.